ഇടതുമുന്നണിയുടെ ജാഥയ്ക്കായി കിളിമാനൂരിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് കയ്യേറി കൂറ്റൻ പന്തൽ കെട്ടി LDF. ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയ്ക്ക് വേണ്ടിയാണ് പന്തലും സ്റ്റേജും സ്ഥാപിച്ചത്. പരിപാടി തുടങ്ങുന്നതോടെ സ്ഥലത്ത് വലിയ ഗതാഗത തടസ്സം നേരിടും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുകയാണ്. പ്രശാന്ത്, ഒരു സ്റ്റാൻഡ് മുഴുവൻ കയ്യേറി കെട്ടുകയാണ്. മുൻപ് വഞ്ചിയൂരിൽ നടന്ന സംഭവം നമുക്കറിയാം. റോഡ് തടഞ്ഞുകൊണ്ട് മുഴുവൻ പേരെയും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി നടത്തുകയും അത് പിന്നീട് എത്രമാത്രം വിവാദമായെന്ന് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ എന്താണ്? കൃഷ്ണരാജ്, കിളിമാനൂരിൽ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പഴയ കുന്നുമുതൽ ബസ് സ്റ്റാൻഡാണ് ഇത്തരത്തിൽ വികസന മുന്നേറ്റ യാത്ര LDFിൻ്റെ വികസന മുന്നേറ്റ യാത്രയ്ക്ക് വേണ്ടി കയ്യേറിയത്. പന്തലും മറ്റ് സ്റ്റേജും അടക്കമുള്ളവ അവിടെ നിർമ്മിക്കുകയും ചെയ്തു. നൂറുകണക്കിന് പ്രവർത്തകർ എത്തുന്ന സ്ഥലമാണ്. നിരവധി വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങൾ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമുക്കറിയാം, കിളിമാനൂർ പോലെ സ്ഥലം വളരെ പരിമിതമായിട്ടുള്ളൊരു ഉള്ള സ്ഥലം കൂടിയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇത്തരത്തിൽ CPMൻ്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് വേണ്ടി CPI സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ പന്തൽ കെട്ടുന്നതിനും സ്റ്റേജ് പണിയുന്നതിനുമായിട്ടുള്ള സ്ഥലം അനുവദിച്ചത്. ഇത് പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടൽ മൂലമാണ് അനധികൃതമായിട്ട് ഈ സ്ഥലം അനുവദിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടുകൂടി സ്ഥലത്ത് വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ ഈ പരിപാടി അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 10 മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചത്. നിലവിൽ വികസന മുന്നേറ്റ ജാഥ അവിടെ കിളിമാനൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം രൂപപ്പെടും. മറ്റ് വണ്ടികൾ, സ്വകാര്യ വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നതിനും പോകുന്നതിനുമെല്ലാം കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റ് ഈ CPMൻ്റെയും CPIയുടെയും എല്ലാം പ്രവർത്തകരടക്കം നിരവധി LDF പ്രവർത്തകർ നിരവധി പേർ അവിടെ എത്തുന്ന സ്ഥലമാണ്. ഇതോടുകൂടി വലിയ പ്രദേശത്ത് വലിയ ട്രാഫിക് ബ്ലോക്കുകൾ സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും CPMനും CPIക്കും ഒന്നും ബാധകമല്ലാതെ നമ്മൾ പലതവണ കണ്ടതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരമായാലും ശരി, വഞ്ചിയൂരിലെ സമരമായാലും പരിപാടിയായാലും ശരി, ഇങ്ങനെ റോഡ് കയ്യേറി സ്റ്റേജ് കിട്ടുന്നതിനൊന്നും യാതൊരു മടിയുമില്ലാത്തവരാണ് ഈ LDF എന്ന് നമുക്ക് പല ആവർത്തി പല വിഷയങ്ങളോട് നമുക്ക് അറിയാം. സമാനമായൊരു സാഹചര്യം തന്നെയാണ്. അവരുടെ ഇത്തരത്തിലുള്ളൊരു ജാഥ വരുമ്പോൾ അവിടെ ആളുകൾ കൂടുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡാണോ റോഡാണോ എന്നൊന്നും നോക്കാതെ യാതൊരു നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും പാലിക്കാതെ തന്നെ ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് പതിവാണ്. അതുതന്നെയാണ് ഇവിടെ നടന്നത്. കേരളത്തിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ LDFിൻ്റെ വികസന മുന്നേറ്റ യാത്രകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ജാഥയുടെ ഭാഗമായിട്ടാണ് അത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഈ ജാഥ നയിക്കുന്നത്. ആ ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയാണ് ഇത്തരത്തിൽ പഴയ കുന്നുമേൽ ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിൽ പടുകൂറ്റൻ സ്റ്റേജ് കെട്ടുകയും അവിടെ പന്തലിടുകയും ചെയ്തത്. നൂറുകണക്കിന് പ്രവർത്തകർ എത്തുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയ പടുകൂറ്റൻ പന്തലൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ സ്ഥലത്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ സ്ഥലത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുന്നത്. ഇത് കിളിമാനൂർ തന്നെയാണ്. കിളിമാനൂർ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പഴയ കുന്നുമ്മൽ ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വികസന മുന്നേറ്റ ജാഥയുടെ പേരിൽ പന്തൽ സ്ഥാപിച്ചത്. കൃഷ്ണരാജ്, പ്രശാന്ത്, ഈ സഖാക്കൾ എന്താണ് പറയുന്നത്? കാരണം പാടില്ലാത്തത് ചെയ്ത് ശീലിച്ചവരാണവർ. ആളുകളുടെ വഴിമുടക്കും ഇന്നലെ ഒരു ദിവസം മുഴുവൻ നമ്മൾ കണ്ടതാണ്. വാഹനങ്ങൾ ഓടാൻ അനുവദിക്കുന്നില്ല, സ്കൂളുകൾ അടച്ചിടുന്നു, ടീച്ചർമാരെ സ്കൂളിനുള്ളിൽ പെടുത്തി പൂട്ടുന്നു, പോസ്റ്റ് ഓഫീസ് അടയ്ക്കുന്നു. എല്ലായിടത്തും അക്രമമായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് പറയുന്നത്? ആളുകളെ വീണ്ടും വഴിയിൽ കുരുക്കാനോ നീക്കം? സ്വാഭാവികമായും അത് തന്നെയായിരിക്കും നീക്കമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇതുവരെ ഇത്തരത്തിൽ അവിടുന്ന് പ്രതികരണങ്ങളൊന്നും CPM പ്രവർത്തകരുടെ, അണികളുടെ, CPI പ്രവർത്തകരുടെ ഒന്നും പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ഇത് കിളിമാനൂരാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും സ്ഥലത്ത് വലിയ രീതിയിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കിളിമാനൂരിനെ സംബന്ധിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം ആ സ്ഥലത്തിൻ്റെ പരിമിതി എത്രയാണെന്നും ഈ ബസ് സ്റ്റാൻഡുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാം. അപ്പോൾ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് വേണ്ടത്ര സ്ഥല സൗകര്യങ്ങളുള്ള മറ്റൊരു സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ ഈ പാർട്ടി പ്രവർത്തകർക്ക് എത്താനുള്ള സൗകര്യം അതുണ്ടാകും. പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. ഇത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടി ജാഥകൾ സംഘടിപ്പിക്കുന്നത് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ
സ്ഥലപരിമിതികൾ ഏറ്റവും കുറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ അല്ലെങ്കിൽ നിരവധി വാഹനങ്ങൾ നിരവധി പ്രൈവറ്റ് ബസ്സുകൾ അടക്കം കടന്നു പോകുന്ന ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ ഈ വികസന മുന്നേറ്റ ജാഥയുടെ സ്റ്റേജ് കെട്ടുന്നത് അത് ആണ് ഇപ്പോൾ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. വലിയ രീതിയിൽ നിരവധി പേർ അവിടെ നിന്നും ഇത്തരത്തിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. മറ്റെവിടെയെങ്കിലും സ്ഥലം കണ്ടെത്താതെ ഈ സ്ഥലത്ത് കെട്ടുന്നതിലൂടെ സ്ഥലത്ത് വലിയ രീതിയിൽ ട്രാഫിക് വാഹനപ്പെരുപ്പവും ട്രാഫിക് ജാമും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളും ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. എന്തായാലും വികസന മുന്നേറ്റ യാത്ര അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കിളിമാനൂർ പഴയകുന്നുമ്മൽ ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ CPM തന്നെയാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടുകൂടി അനധികൃതമായ രീതിയിൽ ഇത്തരത്തിൽ പന്തൽ കെട്ടി ജാഥ സംഘടിപ്പിക്കുന്നത്. കൃഷ്ണ ശരി.